വറഹ്മത്തുള്ളാഹ്. പ്രിയ മുഅ്മിനീങ്ങളെ, 93 വയസ്സുള്ള ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ അടുത്ത് ഇറങ്ങിച്ചെല്ലുകയാണ്. മുഖം മറച്ചുകൊണ്ട് പോവുകയാണ്. യുദ്ധക്കളത്തിൽ ചെന്ന് യുദ്ധത്തിൽ പങ്കുചേർന്ന് യുദ്ധം ചെയ്തു. ഇദ്ദേഹത്തിന് ഒരുപാട് വാളുകൊണ്ടുള്ള വെട്ടുകൾ കൊണ്ടു. അതിനുശേഷം ഒരു വർഷം ഈ മുറിവുകളുമായി ജീവിച്ചു. 94 വയസ്സിൽ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരാണെന്നറിയോ? മമ്പുറത്തെ തങ്ങൾ ഉപ്പാപ്പ മമ്പുറം സെയ്ദ് അലവി മൗലത്തുവില. ഏറ്റവും പ്രിയങ്കരനായിരുന്നു ജനങ്ങൾക്ക്, എല്ലാ മതസ്ഥർക്കും. അതായിരുന്നു മമ്പുറം തങ്ങൾ. ഇന്നും ജീവിച്ചിരിക്കുന്നു മമ്പുറം തങ്ങൾ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ടവർ, ദീനീ ദഅവത്തിനായി വന്നവർ. ആകാനുള്ള കാരണം എന്ത് എന്നറിയോ? 93 വയസ്സിൽ കിട്ടിയ മുറിവുകൾ, ആഴത്തിലുള്ള മുറിവുകൾ ഒരു വർഷത്തോളം നീണ്ടു നിന്നു. അതിനുശേഷം ഷഹീദായി. 94 വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അതായിരുന്നു മമ്പുറം സെയ്ദ് അലവി തങ്ങൾ. എല്ലാ മതസ്ഥർക്കും പ്രിയപ്പെട്ടവൻ ആയിരുന്നു. മകനും ഇതേപോലെ തന്നെ സെയ്ദ് പൂക്കോയ തങ്ങൾ ഇതേപോലെ ധീരനായിരുന്നു. അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് തുർക്കിയിലാണ്. 18-ാം നൂറ്റാണ്ടിലാണ് മമ്പുറം തങ്ങൾ ജനനം. ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായിരുന്നു മമ്പുറം സെയ്ദ് അലവി മൗലത്തുവില. ഏറ്റവും പ്രിയങ്കരനായിരുന്നു മനുഷ്യരുടെ ഉള്ളിൽ. ഇവരുടെ മകനെ പൂക്കോയ തങ്ങളെ ബ്രിട്ടീഷുകാർ നാടുകടത്തുകയായിരുന്നു. അതിനുശേഷം ഗവർണറായും ഈജിപ്തിലും മന്ത്രിയായും സെയ്ദ് പൂക്കോയ തങ്ങൾ ഇതേപോലെ ധീരനായിരുന്നു. അവസാനം അന്ത്യവിശ്രമം കൊള്ളുന്നത് തുർക്കിയിൽ. അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു മമ്പുറം സെയ്ദ് അലവി തങ്ങളും മകനും ഇവരുടെ ഫാമിലിയും. ഇവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരട്ടെ. എന്നെയും നിങ്ങളെയും ദുആയിൽ എപ്പോഴും ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. എല്ലാവിധ മുസീബത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരീക്ഷണങ്ങളും തൊട്ട് നമ്മളെല്ലാവരെയും, ലോക മുസ്ലിമീങ്ങളെ എല്ലാവരെയും കാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.